I think anybody who's coming to Palakkad should eat this, and either a good opportunity for people to know how Palakkad. കൽപ്പാത്തിയോട് ടേസ്റ്റ് എന്നെല്ലാമാക്കും. കൽപ്പാത്തിക്ക് ടിപ്പിക്കൽ ബ്രാഹ്മിൻ ഫുഡ് ലൈക്ക് മോരുകൂട്ടാൻ, രസകാളൻ, പാലിക്കാപ്പിട്ട്ള, മുളകൂട്ടൽ, അതുമാതിരിയുള്ള കാര്യങ്ങൾക്കെല്ലാം നിറയെ ആൾക്കാർ നമ്മൾ ഹോംലി ഫുഡ് ലൈക്ക് പണിട്ട് കൽപ്പാത്തിക്ക് വരുക. ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു വ്യാപാരം, ഒരു കച്ചവടം, ലാഭം ആ ഒരു രീതിക്ക് ചിന്തിക്കാതെ ഒരു സോഷ്യൽ ആംഗിളിലും കൂടെ ചിന്തിച്ചിട്ടാണ് ഈ സംരംഭം നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നത്. കൽപ്പാത്തി അഗ്രഹാരത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്രാഹ്മിൻസിൻ്റെ തനതായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കിട്ടണമെങ്കിൽ ശരിക്കും നമ്മൾ കൽപ്പാത്തി തന്നെ വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അതായത് ബ്രാഹ്മിൻസിൻ്റെ തനതായ ഭക്ഷണ രീതികൾ അതായത് പുറത്തുള്ള ആളുകൾക്കും കഴിക്കാനൊരു സൗകര്യം അവർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി ആ ഹോട്ടലിൽ എല്ലാ രീതിയിലുള്ള ബ്രാഹ്മിൻസിൻ്റെ ഭക്ഷണങ്ങൾ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞിട്ട് നല്ലതായി. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കടന്നാലോ? വരൂ. കൽപ്പാത്തി അഗ്രഹാരത്തിൽ ഇങ്ങനൊരു ഹോട്ടൽ, ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് വെജിറ്റേറിയൻ ഹോട്ടലുകൾ അന്വേഷിച്ച് നടക്കുക പതിവ്. പക്ഷേ കൽപ്പാത്തിയിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഇവിടെയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാനിവിടെ വരാനിടയായി. ഇനി ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസമാണ് വന്നത്. പൂജയൊക്കെ നടക്കുമ്പോഴാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ഞാനിവിടെ വരുമ്പോഴൊക്കെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. വെജിറ്റേറിയൻ ഫുഡ് ഇപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂരേക്കാണ് പോണത്. ഏറ്റവും നന്നായി കിട്ടുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് നടക്കുന്നൊരു ഹോട്ടലാണിത്. നിങ്ങൾക്ക് വരാം. പാലക്കാട് വന്നാൽ, കൽപ്പാത്തി വന്നാൽ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. സൂപ്പറാണ് കേട്ടോ. കൽപ്പാത്തിയിൽ കുറേ കാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു ഫുഡ് ജോയിൻ്റാണ് ഈ സ്ഥാപനം. നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഉള്ള ചെറുപ്പക്കാർ ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്ഥാപനം എല്ലാ ഫുഡ് ഐറ്റംസും തനതായ അതിൻ്റെ രുചിഭേദത്തോടു കൂടി തന്നെയാണ് ഇവിടെ വിളമ്പുന്നത്. ഞാനിവിടെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ രുചിഭേദങ്ങളും മറ്റുമൊക്കെ നമുക്ക് നല്ല സുപരിചിതമാണ്. അതിൻ്റെതായ തനതായ രുചിഭേദത്തോടു കൂടി തന്നെ ഇവിടെ കിട്ടുന്നുണ്ടെന്നുള്ള ഒരു വലിയൊരു തൃപ്തിയാണ് വലിയ നമുക്കൊക്കെ. നമ്മുടെ ഈ സംരംഭം എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് നമ്മൾ കുറേ പേർക്ക് ഭക്ഷണം കിട്ടാതെ ഫ്രീ ഫുഡ് രണ്ട് നേരം, ആദ്യം ഒരു നേരം, പിന്നെ 2 നേരം, പിന്നെ 3 നേരം കുറേ ദിവസങ്ങളിലേക്ക് കൊടുക്കാൻ തുടങ്ങി. അത് കുറേ നാൾ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ കൽപ്പാത്തി അഗ്രഹാരം ഓൾമോസ്റ്റ് ഒരു 80% പ്രായമായ 60+ സീനിയർ സിറ്റിസൺസാണ്. അപ്പോൾ അവരുടെ ആശയം, അവരുടെ ഇതിനെ കാറ്റർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇതിലേക്ക് ചിന്തിക്കാനും അതിലേക്ക് വേണ്ടി പ്രവർത്തിച്ച് അത് എങ്ങനെ രൂപം കൊണ്ട് ഇങ്ങനെ ഒരു ഹോട്ടൽ സംരംഭമായി ഇറങ്ങി എന്നുള്ളതാണ്. അതിൽ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ ഹോട്ടലിൻ്റെ തുടക്കം. കൽപ്പാത്തി എന്ന് പറയുമ്പോൾ അഗ്രഹാരം നിവാസികളെല്ലാവരും രാവിലെ നേരത്തെ എണീറ്റിട്ട് അവരുടെ ദിനചര്യയെല്ലാം തുടങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ഇവിടെ ഒരു 6:30, 6:45 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും. 11:30 ആകുമ്പോഴേക്കും ഭക്ഷണം, ഉച്ചത്തെ ലഞ്ച് റെഡിയാക്കും. അപ്പോൾ എത്രയോ ആളുകൾ 11 മണിക്ക് ഭക്ഷണം ലഞ്ച് കഴിക്കുന്നവർ, ശാപ്പാട് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതേപോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചുറ്റുമുള്ള റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഈ സമയത്ത് ലഞ്ച് റെഡിയാക്കുന്നതെന്ന് തോന്നുന്നില്ല. നമ്മൾ അതും ഇവിടുത്തെ ആളുകൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ടാണ് നമ്മൾ
ആ ട്രഡീഷണലി തന്നെയാണ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും ആ ടേസ്റ്റും കൊടുക്കുന്നതും. നമ്മുടെ ഒരാൾക്ക് ഒരു ഊണ് മതിയെങ്കിൽ പോലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ഐഡിയ. പക്ഷേ ഒരാളും ഭക്ഷണം കഴിക്കാതെ, നമ്മുടെ പരിസരത്ത് നമുക്കറിയുന്ന ആളുകൾ ആരും ആയാലും ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്നൊരു ഇതിലേക്കാണ്. അവർക്ക് ഒരു ഊണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും എത്തിക്കാൻ പറ്റണം. ആ ഒരു രീതിക്കാണ് നമ്മളിതിന് ചെയ്യുന്നത്. ഒരു ഊണ് ചോദിച്ചാൽ പോലും നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇന്ന രീതിക്ക് അതൊരു സംരംഭം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു വ്യാപാരം, ഒരു കച്ചവടം, ലാഭം ആ ഒരു രീതിക്ക് ചിന്തിക്കാതെ ഒരു സോഷ്യൽ ആംഗിളിലും കൂടെ ചിന്തിച്ചിട്ടാണ് ഈ സംരംഭം നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നത്. கல்பாத்தியில் இந்த வெஜிடேரியன் ரெஸ்டாரண்ட்டு ரொம்ப ஜோராக இருக்குது. ஓரோ ஐட்டமும் ருசித்து சாப்பிட்லாம். நேற்றுக்கு நாங்கள் இங்கே வந்து சாப்பிட்டோம். நான் பெங்களூரில் இருந்தாக்கும், ஆனால் இங்கே இதை கேள்விப்பட்டுட்டு நாங்கள் இங்கே வந்தோம், சாப்பிட்டோம். நேற்றுக்கு ஃபுட்டு ரொம்ப ஜோராக இருந்தது. இன்றைக்கும் ஃபுட் இஸ் வெரி குட். I think anybody who is coming to Palakkad should eat this, and it is a good opportunity for people to know how Palakkad food is prepared. Thank you. വെജിറ്റേറിയൻ ഫുഡ് നമ്മൾ ഒരുപാട് കഴിക്കാറുണ്ട്. പക്ഷേ നമ്മൾ യഥാർത്ഥ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മിൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫുഡിൻ്റെ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്യുവർ വെജിറ്റേറിയൻ. അത്തരത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കൽപ്പാത്തിയിൽ എത്തിയാൽ ശരിക്കും ഏറ്റവും കൂടുതൽ ബ്രാഹ്മിൻസ് ഉള്ള സ്ഥലമാണ് കൽപ്പാത്തി. അപ്പോൾ അവിടെ വന്നാൽ നമ്മൾ എന്തായാലും ഈ വഴിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കയറേണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഹോട്ടലാണിത്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് കഴിച്ച് നോക്കിയിട്ടുണ്ടെന്ന് പറയാം. ഐറ്റംസുകൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് ഐറ്റംസുകളൊന്നുമില്ല. പറയുമ്പോൾ ഒരു അവിയലുണ്ട്, ഒരു ഉപ്പേരിയുണ്ട്, ഒരു നെല്ലിക്ക അച്ചാർ, ഇത് പപ്പടം. പക്ഷേ ഉള്ള സാധനങ്ങൾ വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു നോക്കിയിട്ട് ബാക്കി അഭിപ്രായങ്ങൾ നേരിട്ട് സംസാരിക്കാം. പറയുന്നത് തന്നെ കഴിക്കുന്നതാണല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി അതാണ് ഫസ്റ്റ്. ഉള്ള സാധനം വളരെ നല്ല ക്വാളിറ്റിയിൽ അവർ തരുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിക്കുന്ന ആളുകൾക്ക് എന്തായാലും നഷ്ടം വരില്ല. സാധാരണ നമുക്ക് കാണുന്നൊരു വെറൈറ്റി ഉള്ളൊരു പാത്രമൊക്കെ അത് കാണുന്ന നല്ല രസം കഴിക്കാൻ തോന്നുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ചെറിയൊരു കുടുക്കാൻ വരുന്ന പാത്രത്തിലൊക്കെ രസവും മോരും ഇവിടെ തന്നെ കടയിൽ നിന്ന് മോരാന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. നമുക്കിത് രസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ അടിപൊളി രസമാണ്. പിന്നെ മോര് പിന്നെ കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് അധികം പറയാനൊന്നുമില്ല. അടിപൊളി മോരാണല്ലോ. എന്തായാലും മോര് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒരു പിടിച്ച് നോക്കാം. മോരിനെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി മോര. ശരിക്കും പറഞ്ഞാൽ ഈ ചോറ് കഴിക്കണമെങ്കിൽ വേറെ ഒരു സാധനം വേണ്ട, മോര് മാത്രം മതി. എന്തായാലും ഫുഡ് ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും സൂപ്പർ, അടിപൊളി. ഒരു ഭക്ഷണത്തിൻ്റെ രുചി പറഞ്ഞെങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് കയ്യിൽ കാരണം നമുക്ക് കഴിച്ചാൽ അതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ. പക്ഷേ അത് എത്രത്തോളം ടേസ്റ്റ് നിന്ന് ഈ ഇല നോക്കിയാൽ മനസ്സിലാവും. കാരണം ഒരു തരി സാധനം പോലും ബാക്കില്ല. എല്ലാം ടേസ്റ്റ് ആയത് കൊണ്ട് ഒന്നും ബാക്കില്ല. എല്ലാം നമുക്ക് ഒന്നിനേക്കാളും മികച്ച ടേസ്റ്റുള്ള ഐറ്റംസ്. ഉപ്പേരിയാണെങ്കിലും അവിയലാണെങ്കിലും അച്ചാറാണെങ്കിലും ചോറും എല്ലാം കൂട്ടാനും എല്ലാ സാധനവും ഭയങ്കര ടേസ്റ്റുള്ള സാധനം. അതുകൊണ്ട് ഇല കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റുള്ള കാര്യം. ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി. ആക്ച്വലി കൽപ്പാത്തിയോട് ടേസ്റ്റ് എന്നെല്ലാമാക്കും. കൽപ്പാത്തിക്ക് ടിപ്പിക്കൽ ബ്രാഹ്മിൻ ഫുഡ് ലൈക്ക് മോരുകൂട്ടാൻ, രസകാളൻ, പാരിക്കാപ്പിട്ട്ല, മുളകൂട്ടൽ അതുമാതിരിയുള്ള കാര്യങ്ങൾക്കെല്ലാം നിറയെ ആൾക്കാർ നമ്മൾ ഹോംലി ഫുഡ് ലൈക്ക് പണിട്ട് കൽപ്പാത്തിക്ക് വരുക. നെയ്യപ്പം, മോരപ്പം, இலையடை அது மாதிரி உள்ள பிராமின் வீட்டில் இருக்கிற அந்த ஸ்வீட்டாகட்டும் பலகாரங்களாகட்டும் அதெல்லாம் நம்ம ஆற்றுல ஒரு பிராமின் சாதத்தில் நம்ம சாயந்தரம் என்னெல்லாம் உண்டாக்குவோமோ அதெல்லாம் பப்ளிக்கு வச்சு விளம்பரத்துக்குன்னு ஒரு இது தொடங்கணும்னு சொல்லி கொஞ்சம் நாளாக ஒரு ஆக்கிரகம் இருந்தது எல்லாருக்குமா. அதில் கொஞ்சம் பேர் எல்லாருமா தொடங்கி அதை முன்னாடி கொண்டு வந்துட்டுருக்கா. நல்ல ரெஸ்பான்ஸ் இருக்குது. அப்போ இந்த டேஸ்ட் ஆஃப் கல்பாத்திங்கிற ஒரு வெஞ்சர் எல்லாரோட காதலையும் எத்தனம், எல்லாருக்கும் தெரியணும், எல்லோரும் இங்கே வரணும், இங்கத்த ஃபுட்டை டேஸ்ட் பண்ணணும். எல்லோரும் வந்து உங்களுக்கு தெரிஞ்சவாள் எல்லார்ட்டையும் இதை சொல்லி எல்லோரும் இங்கே வந்து ஃபுட்டை கழிச்சுட்டு போகணும்.
നമസ്കാരം. അങ്ങനെ പ്രശസ്തമായിട്ടുള്ള കൽപ്പാത്തിയിലെ ഈ ഞങ്ങൾ പറഞ്ഞ ഈ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി പറഞ്ഞ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ശരിക്കും പറഞ്ഞാൽ നല്ലോണം വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, തൃപ്തിയായി, സന്തോഷമായി. ശരിക്കും നമ്മൾ പറയാറുണ്ട് ഈ നോൺ വെജ് ഫുഡുകളോട് ചിലപ്പം കട പിടിക്കുന്നത്, അതിനേക്കാൾ ഒരു പടി മുന്നിലാണോ എന്ന് തോന്നിപ്പോകും. അത്രത്തോളം ടേസ്റ്റുള്ള ഫുഡാണ് നമുക്കിവിടെ ഈ ബ്രാഹ്മിൻസിൻ്റെ ഇവിടെ ഉണ്ടാക്കി ഈ ഫുഡ് കഴിച്ചപ്പം കിട്ടിയത്. അപ്പം നമുക്ക് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞങ്ങളുടെ ചാനലിലുണ്ട്. അപ്പം മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.